മരിച്ചയാൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് നൽകിയ സ്ഥാപനത്തിനെതിരെ കേസ്. എറണാകുളം പേട്ടയിലെ ഐഫാസ്റ്റ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് കേസ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് പിടികൂടിയത്. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ടാങ്കറുകൾ ഓടിക്കുന്നതിനാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. സ്റ്റെഫിൻ ചേർന്നു വിവരങ്ങളുമായി. സ്റ്റെഫിൻ, എന്താണ് ഈ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ? മോത്തി, വലിയ ഗുരുതരമായ നിയമലംഘനമാണ് എറണാകുളത്തെ പേട്ടയിലെ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡ് പൊളിച്ചടുക്കിയത്. കാരണം കുറേ നാളുകളായി ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതായത് സാധാരണഗതിയിൽ വലിയ ടാങ്കറുകൾ നമ്മളിങ്ങനെ ചുറ്റുപാടും നോക്കുമ്പോൾ കാണാൻ കഴിയും. വലിയ പെട്രോൾ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആസിഡ് കൊണ്ടുപോകുന്ന, സൾഫ്യൂർ കൊണ്ടുപോകുന്ന, ഗ്യാസ് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ, അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം വേണം. അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കണം. അത് പ്രത്യേകിച്ചും പഠിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുണ്ടെങ്കിൽ ഏത് വാൽവ് തുറക്കണം, ഏത് തരത്തിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള തീയാണ് ഉണ്ടാകുന്നത്, അതിനെന്ത് പ്രതിവിധി വേണം, ഇതൊക്കെ തുടങ്ങിയത് പഠിക്കുന്നത് ഇത്തരത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ്സിലൂടെയാണ്. അങ്ങനെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് 5000 രൂപ നൽകണം. 3 ദിവസം ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. വിശദമായ കാര്യങ്ങൾ, സാങ്കേതികമായ കാര്യങ്ങളെല്ലാം പഠിക്കണം. പക്ഷേ ഇതൊന്നും വേണ്ടാതെ വെറുതെ പണം കൊടുത്ത് 2 മണിക്കൂർ അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിരുന്നു രീതി. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് സ്പെഷ്യൽ സ്ക്വാഡ് അവിടെ ഒരു അന്വേഷണം നടത്തിയത്. അതിൽ നിന്നും അതിസുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയത്. അതായത് മരിച്ച ആളുടെ ഹാജർ ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യാജമായി വിരലടയാളം വരെ ഈ ഹാജർ രേഖ ഉണ്ടാക്കിയെടുത്തു തുടങ്ങിയ അതിഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഏതായാലും മരട് പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ സ്ഥാപന ഉടമയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ സ്ഥാപനത്തിനെതിരെയും നടപടി മികച്ച ഒരു ഇടപെടലും നീക്കവുമാണ്